നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കോഴിക്കോട് കായക്കൊടി പഞ്ചായത്തിലെ നെടുമണ്ണൂർ സ്കൂളിൽ ഇന്നലെ രാത്രി ഹോമം നടന്നു. പൊതുവിദ്യാലയത്തിൽ ഹോമം നടക്കുന്നറിഞ്ഞ പ്രദേശത്തെ CPM പ്രവർത്തകർ എത്തി ഹോമം തടയുകയും ഹോമം വഴിയിൽ നിർത്തുകയും ചെയ്തു. ഇതേ തുടർന്നുണ്ടായ വിവാദങ്ങൾ കേരളത്തിൽ ഇപ്പോഴും സജീവമായ ചർച്ച നടക്കുകയാണ്. പോലീസ് എത്തി സ്കൂൾ മാനേജരെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി വിടുകയും ചെയ്തു. പ്രധാന അധ്യാപകന്റെ ഓഫീസ് മുറിയിലാണ് ഹോമം നടന്നതെന്ന് പറയുന്നത്. പക്ഷേ പ്രധാന അധ്യാപിക ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നുമുണ്ട്. BJP നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഹോമം നടന്നതെന്ന് CPM ആരോപിക്കുന്നു. എന്നാൽ BJP ഇത് നിഷേധിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ വിഷയം അന്വേഷിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471354200. മഞ്ചേരിയിൽ നിന്നും മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ മുഹമ്മദ്, ഈ കോഴിക്കോട് കായക്കൊടി പഞ്ചായത്തിലെ ഒരു സ്കൂളിൽ ഇന്നലെ രാത്രിയിൽ ഗണപതി ഹോമം നടന്നുവെന്ന് പറയുന്നു. അത് ശത്രു സംഹാര ഹോമമാണ് എന്നൊക്കെ മറ്റിലും പറയുന്നുണ്ട്. എന്തായാലും ആ പൊതുവിദ്യാലയത്തിൽ നടന്ന ഹോമം അവിടെ CPM പ്രവർത്തകർ എത്തി അവിടെ തടയുന്നു. അതിനെ തുടർന്ന് പോലീസ് എത്തുന്നു. എന്തായാലും അതൊരു വിവാദമായി നിൽക്കുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഇത് ഹോമം നടത്തുക അതും ഒരു വിദ്യാലയത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണോ സാറേ? ആലോചിച്ച് നോക്കൂ. അതേസമയം ശരി, താങ്കളുടെ ടെലിഫോണിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ചാത്തന്നൂരിൽ നിന്നും രാധാകൃഷ്ണനാണ്. ശ്രീ രാധാകൃഷ്ണൻ, ഈ കായക്കൊടി സ്കൂളിലുണ്ടായ വിഷയം താങ്കൾ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാത്രിയിൽ ഹോമം നടക്കുന്നു. അവിടെ ഹോമം നടക്കുന്ന വിധത്തെക്കുറിച്ച് സ്കൂളിൻ്റെ അധികാരിയായ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ അറിയുന്നില്ല. ആ ടീച്ചർ തന്നെ പറയുന്നു, ഞാൻ ഇങ്ങനെ ഒരു വിഷയം വൈകുന്നേരം പോകുന്നതുവരെ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നു. അവിടെയൊക്കെ പ്രതിഷേധം ഉണ്ടാകുന്നു. പ്രതിഷേധത്തെ തുടർന്ന് ഹോമം നിർത്തിവെക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. തുടർന്ന് BJPയും CPMും തമ്മിൽ അങ്ങനെ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നു. താങ്കൾക്ക് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? എന്തായാലും ഞങ്ങളെ പോലെയുള്ള പുരോഗമനവാദികൾ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായതിൽ ഞങ്ങൾക്കിപ്പോൾ സത്യത്തിൽ തിരിയാണ് വരുന്നത്. പണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്താണെന്നറിയാമോ? യഥാ രാജ തഥാ പ്രജ. രാജ്യത്തെ പ്രധാനമന്ത്രി തന്നെ പാർലമെന്റിൽ ഹോമം നടത്തുന്നു. യാഗം നടത്തേണ്ടിടത്ത് യോഗവും, യോഗം നടത്തേണ്ടിടത്ത് യാഗവും നടക്കുന്ന ഒരു ഭരണ സംവിധാനം നമ്മുടെ സമൂഹത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളെയും സിനിമാ താരങ്ങളെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ പോലുള്ള VIPസിനെയൊക്കെ അനുകരിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോഴെങ്കിലും ഇതൊരു ചർച്ചയായി ജനങ്ങൾ ഉണർന്ന് ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു. നമ്മൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വിശ്വാസങ്ങളും വിശ്വാസികളും ഉണ്ടായിരുന്നു. ഞാനൊരു വിശ്വാസിയാണ്. പക്ഷേ നമ്മൾ ഇവിടെ അത് വിശ്വാസം രാഷ്ട്രീയവൽക്കരിച്ചപ്പോൾ അത് ഇനി ഇതിനപ്പുറവും നടക്കുകയാണ്. കാരണം പാർലമെന്റിലടക്കം പ്രധാനമന്ത്രിയാണ് മാതൃകയായിട്ട് ജനങ്ങൾ കാണുന്നത്. ഇത് ഇനിയെങ്കിലും ജനങ്ങൾ ഉണർന്നു ചിന്തിക്കേണ്ട. ആരാധനയെയും ആരാധനാലയങ്ങളെയും രാഷ്ട്രീയമായിട്ടും പൊതുസമൂഹവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. രാഷ്ട്രീയവും മതവും തമ്മിൽ കൂട്ടിക്കലർത്തരുത് എന്നാണ് താങ്കൾ പറയുന്നത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, കണ്ണൂരിൽ നിന്നും ദാസനാണ്. ശ്രീ ദാസൻ, താങ്കൾ ഈ വിഷയമൊക്കെ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കളുടെ ഈ വിഷയത്തിലുള്ള നിലപാട്? ഇത് ശരിയില്ല, ഏറ്റവും തെറ്റാണ്. കാര്യം ഇത് നമ്മൾ ഈ വളർന്നു വരുന്ന കുട്ടികളെ ഈ അന്ധവിശ്വാസം പഠിപ്പിക്കുക, അതെല്ലാം തെറ്റായ എന്ത് കാലത്ത് ഈ ഹോമൊക്കെ. ഞാൻ ഇപ്പൊ അടുത്ത കാലത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പോലീസ് സ്റ്റേഷൻ നമ്മളെ മുഴക്കുന്ന് ഒരു പോലീസ് സ്റ്റേഷന്റെ ആളാണ് കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം കഴിഞ്ഞു. അവിടെ ഗണപതി ഹോമം നടത്തി, പരസ്യമായിട്ട് ഗണപതി ഹോമം നടത്തി പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിൽ. പിണറായി വിജയൻ ഓൺലൈനിലാണ് ഉദ്ഘാടനം ചെയ്ത്. നാട്ടുകാർ ഇരുപത്തി സ്ഥലമായി 20 സ്ഥലമായിട്ട് നാട്ടുകാർ കൊടുത്താണ്. എല്ലാ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനും എല്ലാം കൂടെ സ്ഥലമായി കൊടുത്തിട്ട് അവിടെ പോലീസിന്റെ പോലീസിന്റെ സ്റ്റേഷന് കെട്ടിടമെടുത്തപ്പോൾ അവിടെ ഗണപതി ഹോമം നടത്തി. ഇതൊക്കെ തെറ്റായ കീഴ്വഴക്കങ്ങളാണ്. നാളെ ഇപ്പം വേറെ ഉസ്താദുമായിട്ട് വേറെ ഹോമം നടത്തും, മറ്റേ അച്ഛന്മായിട്ട് വേറെ നടത്തും. എന്ത് തോന്നിയ ഇതൊക്കെ താഴ്ക്കേണ്ട കാലം കഴിഞ്ഞു പോയി. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അത് ഏത് മതത്തിൻ്റെതായാലും അത്തരം ആചാരങ്ങൾ പൊതുസ്ഥലങ്ങൾ കൊണ്ടുവരരുത് എന്നുള്ള നിലപാട്. മറ്റൊരു പ്രേക്ഷകരുണ്ട്, വയനാട് നിന്നും സൂപ്പിയാണ്. ശ്രീ സൂപ്പി, താങ്കൾ ഈ വിഷയം അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്കൂളിൽ രാത്രിയിൽ ഹോമം നടക്കുന്നു. ആ ഹോമത്തെക്കുറിച്ച് അവിടുത്തെ പ്രധാന അധ്യാപിക അടക്കം അറിയുന്നില്ല. മാനേജറുടെ മകൻ്റെ നേതൃത്വത്തിലാണ് ഹോമം നടക്കുന്നത്. BJP നേതാക്കളാണ് നടത്തിയത്, അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലാണ് നടന്നതെന്ന് CPM പറയുന്നു. അവിടേക്ക് ഒരു സമരം നടക്കുകയും ഒക്കെ ചെയ്യുന്നു. പിന്നീട് അത് വിവാദമാകുന്നു. വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇപ്പോൾ ഈ വിഷയം അന്വേഷിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. എന്റെ അഭിപ്രായത്തിൽ ഈ ഹോമം നടത്തിയതുകൊണ്ടോ നേർച്ച നടത്തിയതുകൊണ്ടോ എന്തൊക്കെ നേടാൻ സ്കൂളൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ഇമാതിരി പണി ചെയ്യുന്ന
മഹാമോശമല്ലേ? ഈ ഹോമത്തിനെ പറയിപ്പിക്കുന്ന, അതിനെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള പരിപാടിയല്ല ഈ ഹോമം നടത്തുക എന്നുള്ളത്. കാരണം ഒരു വിലയില്ലാത്ത പരിപാടി ആയി പോകൂലേ. ഇതിനൊരു ഇതുണ്ടല്ലോ, ഇതിന് വില കൽപ്പിച്ചിട്ടുണ്ട്. അത് അത്തരം കാര്യങ്ങൾ സ്കൂളിലോ മറ്റ് സ്ഥാപനങ്ങളിലോ നടത്താൻ പാടില്ലാത്തതാണ്. എന്താ സാറേ എന്റെ അഭിപ്രായം എന്താ? അപ്പോ അതേപോലെ തന്നെ സ്കൂള് മാനേജ്മെന്റ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. കോട്ടയത്ത് നിന്നും ബിജു ആണ്. ശ്രീ ബിജു, താങ്കൾ ഈ വിവാദങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വാർത്തകളിലെല്ലാം നിറയെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? രാജനാണ് എറണാകുളത്ത് നിന്നും. ശ്രീ രാജൻ, താങ്കളുടെ അഭിപ്രായം പറയാം. സാറേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറയുന്നതിന്റെ കാരണം ഇത് നടത്തേണ്ട യാതൊരു ആവശ്യമില്ല. നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, നടത്തിയാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കേരളത്തിലെ ഒരു പൊതുസ്ഥാപനവും ഒരു ഹിന്ദു ക്രൈസ്തവ വീടുകളും വെഞ്ചരിപ്പോ അല്ലെങ്കിൽ ഗണപതി ഹോമോ പാലുകാച്ചലോ നടത്താതെ എങ്ങും ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയരുത്. അത് വിശ്വാസമുള്ളവർ അത് നടത്തും, അല്ലാത്തവർ നടത്താതിരിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. 90% ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്. നമ്മൾ പോകുന്ന ഒരു സ്ഥാപനം പറയാവോ ഇല്ലാതെ വെഞ്ചരിപ്പില്ലാതെ നടത്തിയ ഒരു കത്തോലിക്ക സ്കൂൾ പറയാവോ? ഒരു സ്കൂൾ പറയാവോ? പ്രാർത്ഥനയില്ലാത്തൊരു സ്കൂൾ പറയാവോ? എല്ലായിടത്തും ഉണ്ട്. ഇവിടെ മാത്രം എന്തുകൊണ്ടത് പ്രശ്നമായി എന്നുള്ള. ഇത് എയ്ഡഡ് സ്കൂളാണ്, ഇത് പ്രൈവറ്റ് മാനേജ്മെന്റ് ആണ്, ഗവൺമെന്റ് സ്കൂളാണ്, ഒരിക്കലും നടത്താൻ പാടില്ല. എയ്ഡഡ് സ്കൂളാണ്. എയ്ഡഡ് സ്കൂളാണെങ്കിലും എയ്ഡഡ് സ്കൂളിൽ സ്വാഭാവികമായും സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത്. എയ്ഡഡ് സ്കൂളിന് മുമ്പിൽ പ്രതിമയും വെച്ചോണ്ടിരിപ്പുണ്ട്. ഓരോ മതങ്ങളുടെയും ദൈവങ്ങളുടെയും പ്രതിമയും വെച്ചോണ്ടിരിപ്പുണ്ട്. വെള്ളിയാഴ്ച ദിവസം പരീക്ഷ വെച്ചാൽ ഇവിടെ പ്രശ്നമാണല്ലോ. അതെന്തിനാ? ഒരു വെള്ളിയാഴ്ച ദിവസം അല്ലെ ദുഃഖ വെള്ളിയാഴ്ചയോ ഓണത്തിനോ പരീക്ഷ വെച്ചാൽ ഇവിടെ പ്രശ്നമാണ്. എന്നിട്ട് നമ്മൾ മാറി നിന്ന് യുക്തിവാദം പറയും. അവിടെയാണ് ആ തട്ടിപ്പാണ് തുറന്നു കാണിക്കേണ്ടത്. അത് എതിർക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് യാതൊരു അവകാശവും ഇല്ല. പറയുന്നത് എല്ലാ രംഗത്തും എവിടെ നിന്ന് ഇങ്ങനെ വന്നാലും അതിനെല്ലാം ഒരേപോലെ എതിർക്കണം എന്നുള്ള അഭിപ്രായമാണ് താങ്കളുടേത്. എന്തായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഒരു സ്കൂളിൽ അവിടുത്തെ പ്രധാനാധ്യാപകയുടെ മുറിയിൽ വെച്ചാണെന്ന് പറയുന്നത്. എന്തായാലും ആ കെട്ടിടത്തിൽ ഒരു ഹോമം രാത്രിയിൽ നടക്കുന്നു. അത് ഗണപതി ഹോമമാണെന്ന് പറയുന്നു, ശത്രു സംഹാര ഹോമമാണെന്ന് സമരവുമായി ചെന്നവർ പറയുന്നു. എന്തായാലും അതേ ചൊല്ലി BJPയും CPM തമ്മിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതിൽ മന്ത്രി അന്വേഷണത്തിനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണം നടത്തണം, അതിന്റെ വിവരം കിട്ടണം എന്ന് മന്ത്രിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? തീർച്ചയായും തെറ്റായ ഒരു കാര്യമാണ് ഇത്. സ്കൂള് എയ്ഡഡ് ആണോ അൺഎയ്ഡഡ് ആണോ ഗവൺമെന്റ് ആണോ അതല്ല പ്രശ്നം. ഇത് ആ സ്കൂളില് ഒരുപാട് മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട്. പല മതങ്ങൾ ഹിന്ദുക്കളുമായി. ഈ ഗണപതി ഹോമം മറ്റു ഹോമം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊക്കെ ഹിന്ദുക്കൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. വീടുകളിലൊക്കെ നമ്മൾ നടത്തുന്നതാണ്. പാല് കാച്ചില്, ഈ ഗണപതി ഹോമം, ഈ വക സാധനങ്ങളൊക്കെ. ഈ സ്കൂളിൽ ഇങ്ങനെ ഈ കുട്ടികൾ പല വിഭാഗത്തിലുള്ള കുട്ടികൾ വരുന്നവിടെ ഇത്തരം ഇത് നടക്കുന്നത് ആ മാനേജറുടെ അന്ധവിശ്വാസം തന്നെയാണ്. ഇതുകൊണ്ട് ഒരു പ്രയോജനമൊന്നും ഇല്ലാത്തതാണ്. വെറുതെ മനസ്സിന്റെ ഒരു ഇതിനു വേണ്ടി മാത്രമാണ് ഈ സംഭവമൊക്കെ. ഈ മോഡേൺ യുഗത്തില് കഷ്ടം തന്നെയാണ് ഈ കാര്യം. ശരി, നമുക്ക് മറ്റു പ്രശ്നം കൂടിയുണ്ട്. നെടുമങ്ങാട് നിന്നും ഷിബു ആണ്. ശ്രീ ഷിബു, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ ഹോമവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ താങ്കൾ അറിഞ്ഞു കാണുമല്ലോ. അതായത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു മാനേജ്മെന്റ് സ്കൂളല്ലേ? അതെ. പുള്ളിയുടെ ആ വിശ്വാസപ്രകാരം ഗണപതി ഹോമം നടത്തിയിട്ട് എന്താ പ്രശ്നം? ഇവിടെ എല്ലാവരും മാനേജ്മെന്റ് സ്കൂൾ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊരു എയ്ഡഡ് സ്കൂളാണ്. സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത്. എന്തായാലും ആ ബിൽഡിംഗ് സ്വന്തം പൈസക്കല്ലേ ഇങ്ങനെ ഉണ്ടാക്കുന്നത്? സർക്കാരിന്റെ സഹായം ബിൽഡിങ്ങിന്റെ മെയിൻ്റനൻസിനായാലും അല്ലെങ്കിൽ ഒരു സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്നതിന്റെ 90% അല്ല, ഏകദേശം 95% പൈസ കൊടുക്കുന്നത് സർക്കാർ തന്നെയാണ്. 90% കൊടുക്കുന്നില്ല. എങ്ങനെ കൊടുക്കണം? ഒരു സ്കൂളിന്റെ ഏറ്റവും വലിയ ചെലവ് എന്താണ്? അധ്യാപകരുടെ ശമ്പളം, അവിടുത്തെ ജീവനക്കാരുടെ ശമ്പളം. അതാണ് ഒരു സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചെലവ്. ആ ചെലവ് സംബന്ധിച്ച് അത് വഹിക്കുന്നത് സർക്കാരാണ്. സ്കൂളിന് ആനുവൽ മെയിൻ്റനൻസ് ചാർജ് കൊടുക്കുന്ന ആരാണ്? സർക്കാരാണ്. അവിടെ അതൊരു മാനേജ്മെന്റ് സ്കൂളാണ്. ആ മാനേജ്മെന്റ് സ്കൂളിൽ പുള്ളിയുടെ പൈസ ചെലവിൽ വെക്കുന്ന ഒരു ബിൽഡിങ്ങിനകത്ത് പുള്ളി ഉദ്ഘാടനം ചെയ്ത് പുള്ളിയുടെ വിശ്വാസമാണത്. അത് ഇത്ര വലിയ ഭയങ്കര ഇവിടെ ഏതെല്ലാം സ്ഥലത്ത് എന്തെല്ലാം തരത്തിലുള്ള വിശ്വാസങ്ങളാണ്. അപ്പൊ അതിന് ഇത് ഒന്നേയായി പോകുന്നുണ്ട്. ചിലയിടത്ത് മാത്രമേ പ്രശ്നം, ചിലയിടത്തും പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്രാർത്ഥന ഗീതം നിർത്തണം സ്കൂളുകളിൽ. എന്തെങ്കിലും ദൈവമില്ലാതെങ്കിൽ പിന്നെ ഈ കിടന്ന് നമ്മൾ ഈശ്വര പ്രാർത്ഥന ചെയ്യണത്. ഈശ്വര പ്രാർത്ഥനയ്ക്കെതിരെ ഒന്നും ആരും വിവാദങ്ങൾ ഉയർത്തിയില്ല. ഇത് ഒരു അസാധാരണമായ ഒരു സംഭവം ഒരു സ്ഥലത്തുണ്ടായി. അത് ശരി തെറ്റുകൾ ഓരോരുത്തർക്കും ഓരോ നിലപാടുകൾ കാണും. ഞാൻ എന്റെ വീട് പാലിയായിട്ടുമ്പോ ഞാൻ ഗണപതി ഹോമം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്കൂളിൽ
അദ്ദേഹം ചെയ്തു. അത്രേ ഉള്ളൂ. പക്ഷെ അതെ നമ്മൾ നമ്മുടെ വീട് വെക്കുമ്പോൾ നമ്മളുടെ വിശ്വാസം അനുസരിച്ച് ഏത് മതത്തിന്റെ പ്രാർത്ഥനയോ പൂജകളോ ചടങ്ങുകളോ എന്ത് വേണമെങ്കിലും നടത്താം. പക്ഷെ ഒരു പൊതുവിദ്യാലയം എന്ന് പറയുമ്പോൾ അത് ഒരാളുടെ മാത്രമല്ല, അതിന്റെ പ്രധാനമായും അതിന്റെ അവിടെ പഠിക്കുന്നത് എല്ലാ വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ്. അവിടെ ദിവസവും രാവിലെ വന്ന് ഗണപതി ഹോമം ചെയ്യുന്നുണ്ടോ? ദിവസവും രാവിലെ വന്ന് സ്കൂളിൽ വന്ന് ഗണപതി ഹോമം ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത് അദ്ദേഹത്തിന്റെ തറക്കലിന്റെ സമയത്ത് ചെയ്യുന്ന ചെറിയൊരു ചിലപ്പോൾ ഒരു 1-2 മണിക്കൂർ 1 മണിക്കൂറിന് താഴെയുള്ള ഒരു പരിപാടി അദ്ദേഹത്തിന്റെ വിശ്വാസം പ്രകാരം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആർക്കും ഇല്ലല്ലോ അതിനകത്ത്. അതിനുശേഷം അദ്ദേഹം ഈ അത്രേ ഉള്ളൂ അതിനകത്ത്. കൂടുതൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല, ഒന്നിനും മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ പറ്റുള്ളൂ. ശരി, നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീജിത്താണ് നെടുമങ്ങാട് നിന്നും. ശ്രീജിത്ത്, താങ്കൾ ഈ വിവാദങ്ങളൊക്കെ ബാംഗ്ലൂരിൽ നിന്നാണ്. താങ്കൾ ഈ വിവാദങ്ങളൊക്കെ വാർത്തകൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹോമവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒടുവിൽ അന്വേഷണത്തിന് വരെയുള്ള എന്താണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയും. എന്തായാലും വ്യത്യസ്ത വാദങ്ങൾ ഉയരുന്നുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യം ഇവിടെ, വിദ്യാഭ്യാസം എന്തെന്ന് അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യം ഇവിടെ. എയ്ഡഡ് സ്കൂളാണ്, അവിടെ രാത്രിയാണ് ഗണപതി ഹോമം നടത്തിയത്. ഈ ഇത്ര ഒരു എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളല്ല, ഇപ്പൊ പറയും ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ്, ഇത് മാനേജ്മെന്റ് ആണ്. അവിടെ രാത്രി ഒരു ഗണപതി ഹോമം, അതായത് ബിൽഡിംഗ് ഓണറുടെ ഇഷ്ടപ്രകാരം നടത്തിയത്. ഇത് വേറൊരു സമുദായത്തിൽ ഇപ്പം വേറെ ഒരു ഇത് കൊണ്ടുവന്ന് ഒരു മൊയിലൂർ ഇത് നടത്തിയതെങ്കിൽ ചർച്ചയാവുമായിരുന്നു. ചർച്ചക്ക് ഹിന്ദുവിന്റേതായതുകൊണ്ടല്ലേ ഇത് ഇത്രയും ചർച്ച. അങ്ങനെ താങ്കൾ പറയരുത്. ഏതെങ്കിലും ഒരു വിഷയങ്ങൾ പലപ്പോഴും വരുന്നത്, അത് ഹിന്ദു വിഷയത്തിലും മുസ്ലിം വിഷയത്തിലും ക്രിസ്ത്യൻ വിഷയത്തിലും ഒക്കെ ഇങ്ങനെ നിരവധി വിഷയങ്ങൾ വരാറുണ്ട്. നമ്മളെ കേരളത്തിൽ മാത്രമാണ് ഈ CPM ഇത് കാണിക്കുന്നത്. വേറെ എല്ലാ എന്താ CPM വേറെ സ്ഥലത്ത് എത്താത്തത്? വേറെ സ്ഥലത്ത് സ്കൂളുകളിൽ പൂജ നടത്തുന്നില്ല, വേറെ സ്റ്റേറ്റുകളിലെല്ലാം നടക്കുന്നില്ല. ഇതിപ്പം അങ്ങനെ ഗവൺമെന്റ് സ്കൂളല്ല, എയ്ഡഡ് സ്കൂളാണ്. എയ്ഡഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ പൊതുവിദ്യാലയമാണ് എന്ന് താങ്കൾ ഓർക്കണം. നമ്മുടെ കാലാകാലങ്ങളായി നമ്മുടെ സർക്കാരുകളാണ് നമുക്ക് വേണ്ടി അവിടെ ബിൽഡിംഗ് ഓണർ ആ സ്കൂളിന് രാത്രി നടത്തി. അതിന് CPM പക്ഷെ ആ സ്കൂളിന്റെ അധികാരിയായ സ്കൂളിന്റെ പ്രിൻസിപ്പൽ അടക്കം അറിഞ്ഞിട്ടില്ല എന്നാണ് അവരടക്കം പറയുന്നത്. ബിൽഡിംഗ് ഓണറാണല്ലോ അത് ചെയ്തിരിക്കുന്നത്. ആ ബിൽഡിംഗ് ഓണറാണല്ലോ അത് ചെയ്തിരിക്കുന്നത്. ഇത് ഈ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നത് ഈ സ്കൂളിൽ ഗണപതി ഹോമം നടത്തിയതിനെ കുറിച്ച് നിങ്ങൾ ന്യൂസ് എയ്റ്റീന്നുള്ള ഒരു ലെവലിൽ താങ്കൾ പറയുന്നതിൽ ചില പൂർണ്ണമായും ആ ഒരു ലെവലിൽ നിൽക്കുന്ന ചാനലാണ് ഈ താങ്കൾ ആ തരത്തിൽ സംസാരിക്കരുത്. താങ്കൾ പറയുന്നത് ശരിക്കും പൂർണ്ണമായി വ്യക്തമാകുന്നില്ല. എന്തായാലും ഈ വിഷയം സമൂഹത്തിൽ പൊതുവായി ചർച്ച വരുന്ന വിഷയങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അതിനകത്ത് ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ രാഷ്ട്രീയത്തിൻ്റെ വിഷയങ്ങളിലോ ഓരോ ദിവസവും വിഷയങ്ങൾ എടുക്കുമ്പോൾ അതിനോട് താല്പര്യമില്ലാത്തവർ ആ തരത്തിൽ പ്രതികരിക്കാറുണ്ട്, താല്പര്യമുള്ളവർ മറിച്ചും പ്രതികരിക്കാറുണ്ട്. എന്തായാലും ഞങ്ങളുടെ വിഷയങ്ങൾ പൊതുവേദിയിൽ തിരഞ്ഞെടുക്കുന്നത് ദിവസവും കാണുന്ന ആളുകൾക്കെല്ലാം നല്ല ബോധ്യമുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും താല്പര്യം വെച്ചുള്ള അല്ല വിഷയങ്ങൾ എടുക്കുന്നത്. അതാത് ദിവസങ്ങളിൽ സാധാരണഗതിയിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് അഭിപ്രായം പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ അവർക്ക് കൂടി താല്പര്യമുള്ള അത്തരം വിഷയങ്ങളാണ് പരമാവധി എടുക്കാൻ ശ്രമിക്കാറുള്ളത്. എന്തായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. പ്രഭയാണ് വൈക്കത്തു നിന്നും. ശ്രീ പ്രഭ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ക്ഷമിക്കണം, പേര് പറയുന്നൂടെ? ലത. ഞാൻ കേട്ടതിൽ തെറ്റായിരിക്കും, ക്ഷമിക്കണം. എന്തായാലും ശ്രീ ലത പറയൂ. ഞാൻ നോക്കിയിട്ട് ഇപ്പം വിദ്യാലയങ്ങളിൽ ഹോമം നടത്തണത് പോലെ പ്രിൻസിപ്പാളിന്റെ ഒക്കെ അനുവാദം വേണം അല്ലേ? കേട്ടില്ല, പറഞ്ഞു. ഹലോ പറഞ്ഞോളൂ. ശ്രീലതയുടെ ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ തകരാറുകൾ ഉണ്ടെന്ന് തോന്നുന്നു. ഉമേഷാണ് പാലയിൽ നിന്നും. ശ്രീ ഉമേഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, ഇതിപ്പം സ്കൂളിൽ നടത്തിയ പുതിയൊരു ബിൽഡിംഗ് വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടത്തിയിരിക്കുന്നത്. പുതിയൊരു ബിൽഡിംഗ് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയതാണ്. പിന്നെ തന്നെയല്ല, കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇത് 8 നില പൊട്ടിപ്പോവും. ഈ സർക്കാരിന്റെ വാദവും കാരണം സർക്കാർ ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു വാദം എടുത്തായി നമുക്കറിയില്ല. സർക്കാർ ഈ വിഷയം എന്താണ് സർക്കാർ കേസ് എടുത്താല് ഇത് 8 നില പൊട്ടിപ്പോ. അതിന്റെ ഉടമസ്ഥൻ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നേച്ചാൽ, അവൻ ധൈര്യമായിട്ട് നിന്നേച്ചായി. കാരണം അവന്റെ ഒരു പൈസ മുടക്കി അവന്റെ ഒരു കെട്ടിടോ എന്തെങ്കിലും ഉദ്ഘാടനം ചെയ്യുമ്പോഴേക്കും അങ്ങനെ പൂജ നടത്തുകയോ മറ്റോ എന്ന വേറെ വിഷയം. അങ്ങനെ ഒരു സ്കൂൾ മാനേജർക്ക് ഇത് സ്വന്തം കെട്ടിടം എന്ന് പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല. കാരണം സ്കൂൾ എന്ന് പൊതുവിദ്യാലയം എന്ന് പറയുന്നത് കാലാകാലങ്ങളായ നമ്മുടെ സർക്കാരുകളാണ് അതിനുവേണ്ടിയുള്ള പണം ഏകദേശം മുഴുവൻ തന്നെ ചെലവഴിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ പണം വാങ്ങി കൂടുതൽ പേരും ആ തരത്തിലേക്കൊക്കെ ഉള്ള ക്രമക്കേടുകളൊക്കെ നടക്കുന്ന ഇടം കൂടിയാണിത്. അല്ല, സ്കൂള് പണം തിരിച്ചു കഴിഞ്ഞാലേ അത് സ്കൂൾ ആകത്തുള്ളൂ അല്ലേ? അതുവരെ പുള്ളിയുടെ സ്വന്തം കെട്ടിടമാണല്ലോ. അല്ല, അവിടെ സ്കൂൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണത്.
അത് സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനടുത്തോട് വേറൊരു കെട്ടിടം പണിയുന്ന ഒരു ബിൽഡിംഗ് സ്കൂളിന്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ അനുസരിച്ച് സ്കൂളിന്റെ കോമ്പൗണ്ടിൽ തന്നെ ഇനി ഇതുവരെ മനസ്സിലാക്കിയെന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. വിവരങ്ങൾ ഇപ്പോൾ ഉച്ചയ്ക്കാണ് വിവരങ്ങൾ വരാൻ തുടങ്ങിയത്. അപ്പോൾ ഇതുവരെ മനസ്സിലാക്കിയ അനുസരിച്ച് സ്കൂളിന്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ കെട്ടിടമുള്ളത്. ആ കെട്ടിടത്തിൽ രണ്ടിടത്തായി പൂജ നടന്നു എന്നാണ് ഇതുവരെയുള്ള വിവരങ്ങൾ. അതെ, പഴയ കെട്ടിടത്തിലാണ് നടത്തിയിരിക്കുന്നത്. സംഭവം ശരിയാ. പുതിയ കെട്ടിടത്തിന് വേണ്ടി ഉള്ള ഒരു ഹോമമാണ് നടത്തി. പഴയ കെട്ടിടത്തിലാണ് നടന്നിരിക്കുന്നത്. സ്വാഗതം ശരിയാ. പക്ഷെ പുതിയ കെട്ടിടത്തിന്റെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് നടത്തിയത്. ഇത് പുള്ളി ധൈര്യമായിട്ട് സ്കൂൾ കെട്ടിടത്തിലാണ് നടന്നത് എന്നുള്ളതുണ്ട്. ഉണ്ട്. അതുണ്ട്. അത് മോശം. പിന്നെ വേറെ കാര്യം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പൊ ഈ കേരളത്തിൽ പാടില്ല. കാരണം വെച്ചാൽ ഈ CPM ഇവിടുത്തെ ചാനലുകാർ ടെലിസ്കോപ്പുമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഈ നമ്മൾ ഇത് കഴിവതും BJP-ക്കാര് ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും പോകരുത്. അവരൊക്കെ ഇപ്പൊ നല്ല ശതമാനം വോട്ടായി വരുന്നുണ്ട്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ ആവശ്യമില്ലാത്ത കൊഴിപാടൊന്നും പോകരുത്. കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന അദ്ദേഹത്തെ നെഞ്ചിലേറ്റി കേരളത്തിൽ എല്ലാവരും വരുന്നുണ്ട്. അദ്ദേഹം ചെയ്തു വെക്കുന്ന കൂടെ അതെ, ഞാൻ CPM ആയിരുന്നു. ഇപ്പൊ BJP-യില്ല. ഞാൻ CPM ആയിരുന്നു താങ്കൾ നേരത്തെ? അതെ. ഇപ്പൊ BJP-യുടെ വർഷമാണ് താങ്കൾ BJP-ലേക്ക് വന്നത്? BJP-ട്ട് വന്നിട്ട് ഇപ്പൊ 3-4 വർഷമായുള്ളൂ. കാരണം വെച്ചാൽ CPM-ന്റെ ഏത് തലത്തിൽ പ്രവർത്തിച്ച ആളാണ്? CPM ഞാൻ രാജ്യസ്ഥലത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതെ, പഴയ ലിപിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അതുപോലെ തന്നെ ബാലജനസഖ്യം എന്ന് പറഞ്ഞ് പണ്ടുണ്ടായിരുന്നു. അതിൽ കൂടെ കയറി വന്ന ഒരാളൊക്കെ. അത് വേറെ ഒരു പത്രത്തിന്റെ സംഘടനയല്ലേ ബാലജനസഖ്യം? അല്ല, ബാലജനസഖ്യം ഉണ്ടായിരുന്നു. ഇതിനകത്തോട് കൂടി ഉണ്ടായിരുന്നത് ശരി, അത് ബാലസംഘമായിരിക്കും താങ്കൾ ഉദ്ദേശിച്ചത്. ശരി, നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ആദർശാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ആദർശ്, താങ്കൾ ഈ വിവാദങ്ങളൊക്കെ കേട്ട് കാണുമെന്ന് തോന്നുന്നു. എന്ത് ആണ് താങ്കൾക്ക് തോന്നുന്നത്? ഹലോ ആദർശ്, ടെലിവിഷൻ ഒന്ന് മ്യൂട്ട് ചെയ്തതിന് ശേഷം സംസാരിക്കാം. സാറേ, എനിക്ക് പറയാനുള്ളത് വേറൊന്നുമില്ല. ഹലോ, പറഞ്ഞോളൂ ആദർശ്. സാറേ, ഇത് ഒരു സ്കൂളല്ലേ സാറേ, ഒരു പൊതുവിദ്യാലയമല്ലേ? ഈ പൊതുവിദ്യാലയത്തിൽ നമ്മുടെ മതേതരവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു മതത്തിന്റെ പേരിൽ പൂജ നടത്തുന്നത് ശരിയാണോ സാറേ? സാറേ, നമ്മളിപ്പോ മതേതരവും മതകാര്യങ്ങളൊക്കെ പറയുന്ന സാധനങ്ങളിൽ ഇങ്ങനെ പൂജ നടത്തുന്നത് മഹാമോശമാണ് സാറേ. കാരണം എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപാട് ഉൾക്കൊള്ളുന്ന ഒരു മതത്തെ നമ്മളെല്ലാം ഇത് കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്ന രാജ്യമാണ്. ഈ രാജ്യത്ത് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പൂജ ചെയ്യുന്ന ആരായാലും അത് ശരിയുള്ള കാര്യമല്ല. അത് ഒരിക്കലും അങ്ങനെ അനുവദിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് എല്ലാ ജാതി മത വിഭാഗങ്ങളെല്ലാം പഠിക്കുന്ന ഒരു സ്കൂളാണ്, ഒരു പൊതുവിദ്യാലയമാണ്. പൊതുവിദ്യാലയം നമ്മളെന്താ പറയുക, നമ്മുടെ അറിവിനെ, നമ്മുടെ വിദ്യാഭ്യാസത്തേക്ക് പ്രോത്സാഹിപ്പിച്ച് നമുക്ക് എന്താണ് താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. രവീന്ദ്രനാണ് ആലത്തൂരിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, ഈ ഹോമവുമായി ബന്ധപ്പെട്ടുണ്ടായ വാദങ്ങളും വിവാദങ്ങളും പ്രതിവാദങ്ങളും എല്ലാം താങ്കൾ അറിഞ്ഞു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കളുടെ അഭിപ്രായം? സാറേ, പെട്ടെന്ന് കട്ട് ചെയ്യലെന്നൊരു അഭ്യർത്ഥന. അതായത് ISRO നമ്മുടെ റോക്കറ്റുകൾ വിക്ഷേപിച്ച് വളരെ വിജയം. ഈ ISRO റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ ഇത്തരം പൂജകളൊക്കെ നടത്തിയിരുന്നു. എന്താ ഒരു ശാസ്ത്രീയ അദ്ദേഹത്തോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം പരസ്യമായിട്ട് നമുക്ക് ആ അവാർഡ്, മനോരമ അവാർഡ് കൊടുക്കുന്നതിന് മുമ്പ് പറയുകയും ചെയ്തു. അതായത് ഇതെല്ലാം വിശ്വാസങ്ങളുടെ ഒരു ഭാഗമാണ്. അത് CPM-മാർക്ക് എന്താ അവിടെ കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ക്ലിഫ് ഹൗസില് 7 ലക്ഷം രൂപ മുടക്കി പശുത്തൊഴുത്ത് പണിതെന്ന് അറിയാലോ. നമ്മുടെ തൃശ്ശൂരുള്ള ആ നമ്പൂരിയെ വേണമെന്ന് ഞാൻ പരിചയപ്പെടുത്താം. നാരായണൻ നമ്പൂതിരി എന്ന് പറയുന്ന ആളാണ് അവിടെ പോയി ക്ലിഫ് ഹൗസിൽ പൂജ നടത്തി ഇത് അവിടെ പശുത്തൊഴുത്തിന് ഇത് സ്ഥാനം കണ്ട് ശരിയാക്കി. താങ്കൾ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പറയുമ്പോൾ ഇത് എവിടെയെങ്കിലും അങ്ങനെ ഒരു ആക്ഷേപം ഇതുവരെ പ്രതിപക്ഷമടക്കം മുന്നേ താങ്കൾ പറഞ്ഞോട്ടെ കേരളത്തിലെ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. താങ്കൾ കേൾക്കൂ. താങ്കൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടികൾ ഇതുവരെ ഈ തൊഴുത്ത് പണിഞ്ഞതിനെതിരെ ആരോപണം ഉയർന്ന് അവിടെ പൂജ നടത്തിയായിട്ട് ഇതുവരെ ആദ്യമായി കേൾക്കുകയാണ്. താങ്കൾ പറയുന്നത് കേരളം അങ്ങനെ ഒരു മോശപ്പെട്ട ഇനിയും മനോഭാവത്തിൽ മാറേണ്ട ഒരു സ്ഥലമാണെന്നാണോ? ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ വലിയൊരു പ്രശ്നമായിട്ട് ആക്കേണ്ട കാര്യമല്ല. ഞാനിപ്പോ കുറെ പേര് പറയുന്ന കേട്ടു, എയ്ഡഡ് സ്കൂളാണ്, അവർക്ക് ശമ്പളം കൊടുക്കുന്ന ഗവൺമെന്റ് ആണ്. ഇവിടെ എല്ലാ ഗവൺമെന്റ് ഓഫീസിലും ഗണപതിനെ വെക്കും, ഇതും വെക്കും, എല്ലാം ഗണേശ ചതുർത്ഥിക്കും. ഇത് ആർക്കും ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഒരാളുടെ പൊളിറ്റിക്കൽ എഫിലിയേഷൻ മാറില്ല, ഒരാളുടെ ദൈവവിശ്വാസം മാറില്ല. ഇതൊക്കെ എന്തെന്ന് വെറുതെ ഇതൊക്കെ പൊക്കി വലിയൊരു കാര്യം ഒരു എവിടെയോ എന്തോ നടന്നു എന്നില്ല മാതിരി. എന്താണ് ഇത്? ശരി, താങ്കൾ പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായി നടക്കുന്നതാണെന്നല്ലേ? ശരി, എന്തായാലും കൃഷ്ണമോഹന്റെ അഭിപ്രായം അതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണ് എന്നത് വിവാദമാക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്.
ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, ഹോമവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും സംവാദങ്ങളും എല്ലാം അഭിപ്രായങ്ങളും ആരോപണങ്ങളും എല്ലാം താങ്കൾ വാർത്തകളിലൂടെ അറിഞ്ഞു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കളുടെ ഈ വിഷയത്തിലെ നിലപാട്? അതായത് ഗണപതി ഹോമം എന്ന് പറയുന്നത് ഹിന്ദുത്വ വർഗീയവാദികൾ ഒഴിച്ചുള്ള സാധാരണ ഹിന്ദുക്കൾക്കെല്ലാം വളരെ പരിപാവനമായിട്ട് അവർ കാണുന്ന ഒരു കാര്യമാണ്. അതിനെ ഒരു പൊതുസമൂഹത്തിൽ കൊണ്ടിട്ട് ഇങ്ങനെ ഒരു വലിയ രീതിയിൽ ഒരു വർഗീയവാദം പ്രചരിപ്പിക്കാനുള്ള രീതിയിലേക്ക് ഇന്ന് തന്നെ നമ്മുടെ ചർച്ചകളിൽ ഏതെല്ലാം രീതിയിലാണ് ആളുകൾ വന്ന് സംസാരിക്കുന്നത്, അങ്ങനെ ഒരു പൊതുവിദ്യാലയത്തിൽ ഉണ്ടാക്കാതിരിക്കാനുള്ള ശ്രമം ആ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. ഏതെല്ലാം തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഓരോരുത്തർക്കും ഓരോ വികാരങ്ങളുണ്ട്. അവർ അമ്പലത്തിൽ പോകുന്നവർ കാണും, ഇല്ലാത്തവരും. ഈ അമ്പലത്തിൽ പോകുന്നവരോ വിശ്വാസമില്ലാത്തവരോ പോലും ഈ മറ്റ് വിശ്വാസികളുടെ എല്ലാ കാര്യങ്ങളെയും റെസ്പെക്റ്റോടെ കാണുന്ന ഒരു നാടാണ് നമ്മുടേത്. മതേതരത്വമുള്ള നാടാണ്. മറ്റുള്ള ഇവര് കാണിക്കുമ്പോൾ അവര് കാണിക്കുന്നില്ലേ, അവര് കാണിക്കുമ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന എത്രയോ വർഗീയവാദികളാണ് ഇവിടെ വന്ന് ഇപ്പം സംസാരിച്ചത്. അങ്ങനെയുള്ളൊരു സാഹചര്യം ഒരുക്കാതെ ഇവര് ഒരു പൊതുവിദ്യാലയം നടത്തുന്നവർക്ക് അവർക്ക് കൃത്യമായിട്ടൊരു ബോധമില്ലേ. ആ മാനേജ്മെന്റിന്റെ മകനെങ്ങാണ്ടാണ് ഇത് നടത്തിയെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെപ്പറ്റി പഠിക്കാനും മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ള സ്കൂളുകളും മറ്റുള്ളതും ഒക്കെ എങ്ങനെയാണ് നടത്തുന്നതെന്നും എങ്ങനെയാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നതെന്നും ഒക്കെ അറിയാനുള്ള ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്തവർ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ നടത്താൻ പോകാതെ ഗവൺമെന്റുകളിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അയാളുടെ സ്ഥലമായിരുന്നു അതുകൊണ്ട് അയാൾ അവിടെ ചെയ്തു, അയാളുടെ സ്ഥലമാണെങ്കിൽ എന്നാൽ പൊതുവിദ്യാലയമാണ്, എന്നാൽ പിന്നെ അയാൾക്ക് അത് മാറ്റിയിട്ട് വേറെ വല്ലതും ചെയ്തൂടെ. ഇയാള് എന്റെ ബിൽഡിംഗ് ആണ്, എന്നാ പിന്നെ നാളെ തൊട്ട് ഞാൻ വേറെ വല്ലതും ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ? അങ്ങനൊന്നും പറ്റത്തില്ല. നമുക്കിവിടെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ച് ഹിന്ദു വിശ്വാസികളുടെ പരിഭാവനമായി ഈ കാര്യത്തെ പൊതുസമൂഹത്തിലിട്ട് അലക്കാനായിട്ടും വർഗീയവാദികൾക്ക് അവരെ ഇവരെന്ന് പറഞ്ഞ് കൊണ്ടുകിടക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കരുതായിരുന്നു. അത് വളരെ ഖേദകരമായി പോയി എന്നേ പറയാൻ പറ്റൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. രതീഷാണ് എറണാകുളത്ത് നിന്നും. ശ്രീ രതീഷ്, ഒരു സ്കൂളിൽ കോഴിക്കോട് കായക്കൊടി പഞ്ചായത്തിലെ നെടുമണ്ണൂർ സ്കൂളിൽ ഇന്നലെ രാത്രി ഹോമം നടന്നതും അത് ഏത് ഹോമമാണ്, ഗണപതി ഹോമമാണെന്നോ അതല്ല ശത്രുസംഹാര പൂജയാണ് എന്നൊക്കെ പല മട്ടിൽ പറയുന്നുണ്ട്. BJP-കാരാണ് നടത്തിയതെന്ന് CPM-കാർ പറയുന്നു, BJP-കാർ പറയുന്നു അങ്ങനെയല്ല, BJP-കാരല്ല നടത്തിയത്, സ്കൂൾ മാനേജ്മെന്റ് തന്നെയാണ് നടത്തിയതെന്ന് പറയുന്നു. എന്തായാലും ആ വിഷയം അന്വേഷിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്താണ് ഈ താങ്കളുടെ അഭിപ്രായം? ഏത് സ്കൂളിലേക്കാണെങ്കിലും രാഷ്ട്രീയം കൊണ്ടുവരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. രാഷ്ട്രീയമോ മതമോ? എന്നാൽ മതം കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഓരോ വിശ്വാസം അനുസരിച്ചുണ്ടാവും. എല്ലാ സ്കൂളുകളിലും നടക്കണ്ടല്ലോ. എന്റെ കൊച്ചിനെ പഠിപ്പിക്കുന്ന സ്കൂളിൽ നടക്കുന്നുണ്ട്, ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷെ എനിക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. എന്തെടുക്കണം ഏതെടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് മാതാപിതാക്കന്മാരാണ്. അപ്പൊ ഓരോ സ്കൂളുകളിലും ഓരോ ആചാരങ്ങൾ പണ്ട് കാലം മുതൽക്ക് തോന്നിയിട്ടുണ്ട്. ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലുണ്ട്, മുസ്ലിം സ്കൂളുകളിലുണ്ട്, മാനേജ്മെന്റുകളാണ് അത് തീരുമാനിക്കുന്നത്. എന്നാൽ ഗവൺമെന്റ് സ്കൂളുകളിൽ ഓരോ രീതിക്കനുസരിച്ച് ഓരോ PTA കമ്മിറ്റി അനുസരിച്ച് അവരുടെ തീരുമാനങ്ങളും പ്രാദേശികമായിട്ടുള്ള തീരുമാനങ്ങളും കൂടിയാണ് നടക്കുന്നത്. ഇത് പക്ഷേ പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. അങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ സാധാരണഗതിയിൽ ഗണപതി ഹോമം സാധാരണ രീതിയിൽ നടത്താറുണ്ട്. ആ പ്രദേശവാസികൾക്കില്ലാത്ത പരാതി എന്താണ്? മറ്റുള്ള പ്രദേശവാസികളാണ് പരാതി ഉന്നയിച്ചത്. പ്രദേശവാസികൾക്ക് പരാതി ഉണ്ടെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ മാനേജ്മെന്റ് സ്കൂളുകളിലാണെങ്കിൽ മാനേജ്മെന്റുകളുടെ അധികാരം വെച്ച് അത്തരം കുട്ടികൾ അവിടെ പഠിച്ചാൽ മതി. ഇപ്പൊ എന്റെ കൊച്ചിനെ അവിടെ പഠിപ്പിക്കണമെങ്കിൽ വേറെ സ്കൂളിലേക്ക് മാറ്റി. എന്റെ സ്കൂളിന് അങ്ങനെ കഴിയുമോ? എനിക്ക് സുഹൃത്തെ, ഒരു കാര്യം നമ്മൾ രതീഷ് മനസ്സിലാക്കുക, കേരളത്തിലെ ഏത് മാനേജ്മെന്റ് ആയാലും അവിടെ സ്കൂളിൽ അവർ സർക്കാരാണ് പണം ചെലവഴിച്ച് പാടില്ലെങ്കിൽ അതനുസരിച്ചുള്ള ഉത്തരവ് ഇറക്കണം. ഹിന്ദുക്കളുടെ ഒരു പൂജാവിശ്വാസം മാത്രം അതിട്ട് അലക്കുകയും ചെയ്യുന്നത് ഇവിടെ കേരളത്തിൽ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് സൈക്കോ എന്തായാലും ശ്രീ രതീഷ്, അങ്ങനെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മതക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം കേരളത്തിലില്ല. കേരളത്തിലെ എല്ലാ മതക്കാർക്കും സൗഹാർദ്ദത്തോടുകൂടി തന്നെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. അങ്ങനത്തെ അഭിപ്രായം പറയുന്നത് എന്തായാലും സമയം അതിക്രമിച്ചിരിക്കുകയാണ് ശ്രീ രതീഷ്, സമയം അതിക്രമിച്ചുകൊണ്ട് മാത്രമാണ്. എന്തായാലും ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് നിരവധി അഭിപ്രായ പ്രകടനങ്ങളുണ്ടായി. ഭൂരിഭാഗം പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മതേതരമായ കാഴ്ചപ്പാടിൽ തന്നെ മുന്നോട്ട് പോകണം, അത്തരം കാഴ്ചപ്പാടുകളാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾക്ക് വേണ്ടത് എന്നുള്ള അഭിപ്രായമാണ്. എന്നാൽ ചിലരെങ്കിലും അഭിപ്രായപ്പെട്ടത് അങ്ങനെയല്ല. ഓരോ മതവും അവരുടേതായ പൂജകളും ഇത്തരം കാര്യങ്ങളും ഒക്കെ നടത്താറുണ്ട്. അതൊരു വിവാദമാക്കേണ്ടതില്ല എന്ന മട്ടിൽ അഭിപ്രായം പറഞ്ഞവരും ഇത് ബോധപൂർവ്വം ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് എന്ന് അഭിപ്രായം പറഞ്ഞവരുമുണ്ട്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയമായി. സ്ഫോടനത്തിൽ